മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, ബഹുമാനപ്പെട്ട ഷാനും ഡ്രഡും ആണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, നിക്കാഹ് കഴിഞ്ഞിട്ട് 24 മണിക്കൂറായോ? അല്ല, ഇവിടെ എത്തിയിട്ട് നിക്കാഹ് കഴിഞ്ഞിട്ട് 24 മണിക്കൂറായി. 24 മണിക്കൂറായിട്ടില്ല. അപ്പോൾ ആദ്യത്തെ കല്യാണമായിരുന്നല്ലോ, എന്ത് തോന്നുന്നു? ആദ്യത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ മുഖത്തില്ലേ ഉഷാറായോ? എങ്ങനെ ഉണ്ടായി ഡ്രഡ കല്യാണം? കേരളക്കാരെ ഉറ്റു നോക്കിയ ഒരു കല്യാണമായിരുന്നു. അൽഹംദുലില്ലാ നല്ല നടന്നു. ഞാൻ വിചാരിച്ച ആകെ എന്തെല്ലോ ആക്കുന്ന് നമ്മള് ഫ്രണ്ട്സ് എല്ലാം ബിക്കോസ് കല്യാണ വീഡിയോ ഒക്കെ സൂപ്പറായില്ലേ? ഓ നല്ല കുതിരാറിന സ്വപ്നം നടന്നില്ല. നടത്തും. ഹാപ്പി അല്ല? അപ്പൊ എങ്ങനെ സമ്മാനങ്ങൾ ഇഷ്ടപ്പെട്ടാ? ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാം. അപ്പൊ എന്തായാലും സമ്മാനങ്ങൾ, ബൈക്ക് ഇനിയും വരാനുണ്ട്. ഒരുപാട് സൽക്കാരങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് ഷാനു കുറച്ച് ദിവസം തിരക്കിലാവും. ഞാൻ പരിപാടിക്കൊന്നും വിളിച്ചണേ അല്ല, ഷാനോട് ചോദിച്ചണല്ല വരുന്നുണ്ടോ. അപ്പൊ എന്തായാലും കല്യാണമൊക്കെ അടിപൊളി, എല്ലാവരും വിചാരിച്ച പോലെ എല്ലാ ഫ്രണ്ട്സും നമ്മളെല്ലാവരും ഒത്തുകൂടി ഒരുപാട് കാലത്തിന് ശേഷം കൂടിയാണ്. സോ കല്യാണം ബ്ലോഗ്സും ഇല്ലില്ല, എന്തെങ്കിലും അലമ്പ ഞങ്ങൾ സൈഡിൽ ഇല്ലല്ലോ. പിന്നെ ഖത്തറിലേക്ക് അതിന്റെ പിറകില് അപ്പൊ അതിന്റെ പിറകില് കല്യാണം ഷാനുവിന്റെ കല്യാണം ആണെന്നുള്ള പേരില് മറ്റ് പലതിനും നാട്ടിൽ വന്നു, എന്നിട്ട് പോകുന്നു. അപ്പൊ എന്തായാലും അതാണ് കല്യാണത്തിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഇനിയിപ്പം ഡ്രഡിന്റെ വീട്ടിലത്തെ പെണ്ണിന്റെ വീട്ടിലത്തെ പരിപാടികളെ കഴിഞ്ഞിട്ടുള്ളൂ. ഇൻഷാല്ലാ ചെക്കന്റെ വീട്ടിലത്തെ കുറച്ച് പരിപാടികൾ ഞങ്ങൾക്ക്. പക്ഷെ ഷാനുവിനോട് ഇന്നലെ പറഞ്ഞേ, ഇന്നലെ ഇളക്കിനെ വിളിച്ച് റിസപ്ഷൻ ഒന്നും ഉണ്ടാവില്ലട്ടാ, അപ്പം അതൊക്കെയാണ് കല്യാണ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ പിന്നീട് പറയണം. എനിക്ക് മാനന്തവാടി എത്തണം. ഞാൻ ഈ റിവ്യൂ കിട്ടാനാണ് 2 മണിക്കൂറോളം ഇവിടെ പോസ്റ്റ് ആയിരുന്നത്. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിച്ചു. അപ്പൊ ഞാനത് ചുട്ട ചപ്പാത്തി ചോദിച്ചോക്കെ. അപ്പൊ ഡ്രഡിന്റെ പെരക്കാർക്കൊക്കെ ചപ്പാത്തി ചുട്ടുകൊടുത്തത്. ഞാൻ ആദ്യമായിട്ട് ചപ്പാത്തി ചുട്ടുകൊടുത്ത് ട്രീറ്റ് ചെയ്തേ പെൺവീട്ടുകാരാവും ഡ്രഡിന്റെ വീട് കേട്ടോ. ഓ അതുണ്ട്, അത് മനസ്സിലായോ? ആദ്യമായിട്ട് ഇപ്പൊ അച്ഛൻ്റെ ഔട്ട്ക്ക് എനിക്ക് ചപ്പാത്തി ഇടാൻ പറ്റിയില്ല, ബാസിനോട് ചപ്പാത്തി ഇടാൻ പറ്റില്ല, അർഷുനോട് ചപ്പാത്തി ഇടാൻ പറ്റില്ല. അന്റെ പെരക്കാർക്ക് വേണ്ടി എന്താ ചുട്ടേ ചപ്പാത്തി